വെടിക്കെട്ടല്ല നിരോധിക്കേണ്ടത്. വെടിക്കെട്ട് അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്ന് പഠിച്ചിട്ട് അപകടമില്ലാത്ത തരത്തിൽ വെടിക്കെട്ട് നടത്താനുള്ള ഒരു സാഹചര്യമാണ് സർക്കാരും നമ്മുടെ നിയമങ്ങളും ഉണ്ടാകേണ്ടത്. എന്റെ നാട്ടില് ഞങ്ങളുടെ ഉത്രാളിക്കാവ് കാൽ നൂറ്റാണ്ടിലധികമായിട്ട് ഒരു വെടിക്കെട്ട് അപകടം പോലും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ഇല്ല. അതിന്റെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് എന്താ പറയാ, ഈ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കാൻ മാഗസിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വടക്കാഞ്ചേരിയിലുണ്ട്. നമ്മൾ വളരെ മനോഹരമായിട്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ബാരിക്കേഡുകളെല്ലാം കെട്ടി പോലീസിന്റെയും കളക്ടറുടെയും അനുവാദത്തോടും ഇൻസ്പെക്ഷനും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെടിക്കെട്ട് പൊട്ടിക്കുന്നത്. ഈ വെടിക്കെട്ട് പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് നിന്ന്, മലപ്പുറത്ത് നിന്ന്, കണ്ണൂർ നിന്ന്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ആളുകൾ. വെടിക്കെട്ട് മാത്രമാണ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഏറ്റവും വലിയ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് മാത്രമല്ല ആകർഷണം, ഇത്ര മേളം ഉൾപ്പെടെ ഞങ്ങളുടെ മറ്റ് ആകർഷണം ഉണ്ടെങ്കിലും വെടിക്കെട്ട് തന്നെയാണ്. ഞങ്ങൾ 10, 14, 12 വെടിക്കെട്ട് നടത്തിയിരുന്നതാണ് 2016 മുന്നേ. 12 വെടിക്കെട്ടുകൾ സാമ്പിള്, പറവൂർപ്പാട്, പൂരം ഒക്കെ ആയിട്ട് മത്സര വെടിക്കെട്ടാണ് നടത്തിയിരുന്നത്. ഇപ്പൊ അതെല്ലാം മാറ്റി കഴിഞ്ഞ 10 വർഷമായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാക്സിമം ആ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വെടിക്കെട്ട് നടത്തുന്നത്. ഈ വെടിക്കെട്ട് നിരോധിച്ചു, ഉത്രാളിക്കാവിന്റെ ഐശ്വര്യം കുറയൂ. വെടിക്കെട്ട് നിരോധിച്ചാൽ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം കുറയില്ല, ഒന്നും സംഭവിക്കില്ല, കുമ്മു പോവും. തൃശ്ശൂർ പൂരത്തിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് 15 ലക്ഷത്തോളം പേര് തൃശ്ശൂർ പൂരത്തിന് വരുന്നായിരുന്നു കണക്ക്. അതിനനുസരിച്ചുള്ള 15 ലക്ഷം 18 ലക്ഷം വരുന്നായിരുന്നു കണക്ക്. ആ സമയം വെടിക്കെട്ട് നിരോധിച്ചു എന്നുള്ള കാരണം കൊണ്ട്, അല്ല അതെ മാറ്റിവെച്ചു എന്നുള്ള കാരണം കൊണ്ട് 1 ലക്ഷത്തിൽ താഴെ ആൾക്കാർ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? 1 ലക്ഷത്തിൽ താഴെ വന്നിട്ട് പാലക്കാട് നെന്മാറ ഏകദേശം 20 ഏക്കറോളം പാടത്താണ് വെടിക്കെട്ട് നടത്തുന്നത്. 20 ഏക്കർ അവർ സ്വന്തമായി ദേവസ്വം വാങ്ങിച്ച പാടം, നെന്മാറ വല്ലങ്ങി വേല. 20 ഏക്കർ പാടത്ത് അവർക്ക് പെസോ ഉണ്ട്, മാഗസീൻ ഉണ്ട്. എന്നിട്ടും ഈ പറയുന്ന 20 ഏക്കർ പാടത്ത് സ്വന്തമായ ഭൂമി, നെന്മാറ ദേശത്തിന് സ്വന്തമായിട്ടാണ് ആ വെടിക്കെട്ട് നടത്താനുള്ള സ്ഥലം. അവിടെയാണ് വെടിക്കെട്ട് നടത്തിയിട്ടുള്ളത്. 2016 പുറ്റിക്കൽ അപകടത്തിന് ശേഷം വെടിക്കെട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന മാതിരി വന്ന ആളുകൾ 3 വന്നത് മേളവും കൊട്ടും കേൾക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. അമ്പലത്തിന്റെ ഐശ്വര്യത്തിന് ബാധിച്ചിട്ടില്ല. ഈ പാലക്കാട്, മലപ്പുറം, കണ്ണൂര് ഭാഗത്ത് വരുന്ന ആളുകൾ ഇല്ലാതെ നമ്മുടെ വാളയാറിന്റെ അപ്പുറത്ത് ഈ മാസത്തിൽ 2 തവണ അവിടെ ശിവകാശിയിൽ അപകടം ഉണ്ടായി. ആള് മരിച്ചു. മരിച്ചു. ഒരാൾക്കും ഒരു പ്രശ്നമില്ല. എവിടെ പ്രശ്നം? ഇവിടുത്തെ ആൾക്കാർക്ക് ഒരാൾക്കും പ്രശ്നമില്ല. അതായത് നിർമ്മാണശാല നിരോധിക്കുന്നത് ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. ശിവകാശിയില് കുടിൽ വ്യവസായം പോലെ ആയിരക്കണക്കിന് പടക്കം നിർമ്മാണം, 2 അപകടങ്ങൾ അവിടെ ഉണ്ടാവുന്നത്, 20 പേർ മരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ശിവകാശിയിൽ പടക്കം നിരോധിക്കണമെന്ന് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. സാറേ അതില്ലെന്നല്ല, കോടിക്കണക്കിന് റവന്യൂ കിട്ടുന്ന ഒരു സംഭവമാണ്. തമിഴ്നാട്ടിൽ സാറിന് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ പറ്റില്ല. അവിടെ പ്രശ്നം തരും. അത് കറക്റ്റ്. തമിഴ്നാട്ടിൽ ഒരു ചർച്ച സംഘടിപ്പിച്ച കഴിച്ച തല കാണത്തില്ല. കാളകളും തമ്മിൽ ജല്ലിക്കെട്ട് നിരോധിക്കാത്തൊരു സ്ഥലമാണ് തമിഴ്നാട്. ജല്ലിക്കെട്ട് നിരോധിക്കാത്ത കേരളത്തിൽ വേണോ? അല്ല കേൾക്കൂ, ഞാൻ പറഞ്ഞത് ഇതാണ് സംസ്കാരത്തിന്റെ ഭാഗം. കേരളത്തിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് തമിഴ്നാട് സർക്കാർ ചെയ്താണ്. ജനങ്ങളെ സമ്മതിക്കാതെ കൊടുത്തിട്ട് അതിനെ നടത്തിയവര്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.